വെൽക്കം ടു നീനൂസ് ഡയറി. ഇന്ന് ഞാൻ വന്നേക്കുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതെനിക്ക് ഇന്ന് അമ്മ നാട്ടിൽ നിന്ന് വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ് നിങ്ങൾക്കായിട്ട്. സൂപ്പറാണല്ലോ ഇത്. ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ എത്ര മയമുണ്ടടി. നല്ല സൂപ്പർ. ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ ഒരു നല്ല അടിപൊളി പാലപ്പം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി പറഞ്ഞു തരുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞുതരാം. ആദ്യമായിട്ട് വറുത്ത അരിപ്പൊടി 1 കപ്പ്, പഞ്ചസാര, ഒരു തേങ്ങയുടെ തലപ്പാലും വേണം, 2-ാം പാലും വേണം, പിന്നെ ഈസ്റ്റ്. ഇത്രയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം ഞാൻ അരിപ്പൊടി 1 കപ്പ് ഒരു ബൗളിലേക്ക് ഇടുക. അതിനുശേഷം അതിന് ആവശ്യമായ പഞ്ചസാര ഞാൻ സാധാരണ എടുക്കുന്നത് ഇങ്ങനെ ഒരു കൈ നീളമായിട്ട് അതിൻ്റെ അളവ്, അത് ഒരു നീളം കൈ നിറച്ച് പഞ്ചസാര ഇതിനകത്തേക്ക് ഇട്ടു. കുറച്ചും കൂടെ മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഒരു കപ്പ് നിറച്ച് തലപ്പാൽ അതിനകത്തേക്ക് ഒഴിച്ച് നന്നായി മിക്സിയിൽ അടിക്കാനുള്ള എളുപ്പത്തിന് എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 ബോളായിട്ട് ഞാൻ വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച് 2-ാം പാലെടുത്ത് 1 കപ്പ് എടുത്ത് മിക്സിയിലേക്ക് ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോളെടുത്ത് ഇടുക. ബോളെടുത്തിട്ട് മിക്സിയുടെ ജാറടച്ച് ഉരുളയിട്ട് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം 2-ാമത്തെ ഉരുളയും അതിനകത്തേക്ക് ചേർത്തു നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഈസ്റ്റ് കണ്ടോ, ഇത്രയും ഈസ്റ്റ് അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയിലേക്ക് തന്നെ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ച് മിക്സിയിൽ തന്നെ അടിച്ചിട്ട് ഒഴിച്ച് വെക്കുക. പാലപ്പത്തിൻ്റെ പൊടി റെഡിയായി. നമുക്ക് ഏത് പാത്രത്തിലാണോ പൊങ്ങാൻ വെക്കേണ്ടത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് അടുക്കാതെ ഞാൻ എളുപ്പം പൊങ്ങി വരാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു വഴി എന്താണെന്ന് വെച്ചാൽ തണുപ്പുകാലാണെങ്കിൽ കൂടുതൽ ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സംഗതി. ഞാൻ വെച്ചാൽ ഫ്രിഡ്ജ് ഇതുണ്ടോ, എൻ്റെ ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കുന്നത്. ആ ഫ്രിഡ്ജിൻ്റെ ഈ സൈഡിൽ കൊണ്ടു നോക്കും. അപ്പോൾ ആ സൈഡിൽ നല്ല ചൂട് കിട്ടും. അപ്പം കറക്റ്റ് 6 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ അപ്പം നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് എടുത്ത് അത് ഉടച്ച് അതിൻ്റെ വെള്ളം മാത്രം എടുക്കുക. മുട്ടയുടെ വെള്ളം എടുത്ത് ബീറ്റ് ചെയ്ത് അതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് അപ്പം ചൂടാം. ഇതാണ് മാവിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇത്രയും ലൂസായിട്ട് നമുക്ക് പൊങ്ങി വന്നു കഴിയുമ്പോൾ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് 1-ാം പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും ചൂടുന്നതിന് മുമ്പ്. പാലപ്പത്തിന് ഒരു കറിയും വേണമെന്നില്ല, വെറുതെ നമുക്ക് കൈ പിടിച്ച് കഴിക്കാം. മധുരം അത്ര ഇട്ടേക്കുന്ന കാരണം നമുക്ക് വെറുതെ കറിയൊന്നും വേണമെന്നില്ല. ഞങ്ങൾ കൂടുതലും കഴിക്കുന്നത് ഒന്നെങ്കിൽ ചിക്കൻ സ്റ്റൂവ് അല്ലെന്നുണ്ടെങ്കിൽ ഡക്ക് റോസ്റ്റും ആയിട്ടാണ്. ഡക്ക് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഇപ്പോൾ മേളിൽ ഐക്കാർഡിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ കാണാത്തവർ അത് പോയി ഒന്ന് കാണുക, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ റെസിപ്പിയാണ്. അപ്പം ഇന്നത്തെ പാലപ്പം ചുട്ട് കഴിഞ്ഞ് നമ്മൾ ഇതാണ് ഈസി പാലപ്പം.
ഇതായിരുന്നു എൻ്റെ അമ്മയുടെ ഭയങ്കര ഈസി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റിയും സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.